ഡാൻസിൻ്റെ ഒരു ശബ്ദം കേട്ടിട്ട് അവർ പോയി നോക്കിയതാണ്. പോയി നോക്കിയപ്പോൾ ഡാൻസ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഒരു സാറ്. അപ്പോൾ ഒരു ആഗ്രഹം തോന്നി പഠിക്കണമെന്ന്. ഈ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഇഷ്ടമായിരുന്നു. 9 കൊല്ലമായി പഠിക്കുന്നത്. ചിലപ്പോൾ നല്ല ഭംഗിയാണെങ്കിൽ നല്ല ഡ്രസ്സ് ആണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് പൈസയ്ക്ക്. അച്ഛനും അമ്മയും അത് അറിയിക്കുന്നില്ല. എല്ലാ സങ്കടവും അതുപോലെ തന്നെ പലിശയ്ക്ക് എടുത്താണ് അമ്മ പൈസയ്ക്ക് എടുത്തിട്ട് പൈസ നല്ലോണം കളിച്ചില്ലെങ്കിൽ പോവും, ഉറപ്പാ. മാർക്ക് ഗ്രേഡും പോവും, ഒന്നും ഉണ്ടാവില്ല. ശബ്ദം ഒരാളുടേതാണെങ്കിലും കഥ പലരുടേതാണ്. കുട്ടികളുടെ ആശ നിറവേറ്റാൻ, കുറഞ്ഞു പോയെന്ന തോന്നലില്ലാതിരിക്കാൻ, കടം വാങ്ങേണ്ട ഗതികേടിലേക്ക് രക്ഷിതാക്കളെ എത്തിക്കാനും മാത്രം എന്ത് ചിലവാണ് കലോത്സവത്തിലുള്ളത്? കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കും ചില കണക്കുകൾ. സംഘനൃത്തത്തിന് ചിലവ് കുറഞ്ഞത് 2 ലക്ഷം രൂപ. ഭരതനാട്യത്തിന് ശരാശരി 1 ലക്ഷം രൂപ. ചവിട്ടുനാടകത്തിന് കുറഞ്ഞത് 20,000 രൂപ. ഒപ്പനയ്ക്ക് വേണം കുറഞ്ഞത് 30,000. കേരള നടനത്തിന് 33,000 രൂപ മുതൽ തുടങ്ങും. തിരുവാതിരയിൽ ഒരാൾക്ക് 30,000 രൂപ. ഇപ്പോൾ പറഞ്ഞത് ചമയത്തിന്റെയും വേഷത്തിന്റെയും ആഭരണങ്ങളുടെയും കണക്ക് മാത്രമാണ്. പരിശീലനത്തിന് വേറെയും കൊടുക്കണം 10,000. ഒരു വർഷം 1,15,000 റുപ്യ ഓരോരോ കൊല്ലത്തിൽ നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ ഒന്നുകിൽ ലോൺ എടുത്തു, ആധാരം പണയം വെച്ചിട്ടും പലിശയ്ക്ക് പണം വാങ്ങിയിട്ടാണ് നമ്മൾ ഇത്രയും കാലം നമ്മൾ സ്റ്റേറ്റിലെത്തിയത്. പാവപ്പെട്ടവർക്ക് ഒരിക്കലും എന്തായാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളെ മേക്കപ്പ് ആയാലും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിന് വാടക ആയാലും ആ മാഷുമാരെ ഫീസായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. വരും തലമുറയ്ക്ക് ഇനിയെങ്കിലും ഒരു സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു പരിമിതി ഉണ്ടായിരിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.